ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ബോഗൻവില്ലയിലെ ചില വെറൈറ്റികളെ പരിചയപ്പെട്ടാലോ. ഇതാണ് ബോഗൻവില്ലയിലെ ബ്രസ എന്ന വെറൈറ്റി. ബ്രസയിലെ ബ്രസ പീച്ചാണ് ഇത്. ബ്രസ പീച്ച് വളരെ ബുഷിയായി വളരുന്ന ഒരു പ്ലാന്റാണ്. നിറയെ പൂവിടും. അതുപോലെ പൂവ് കുറേ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. അധികം നീണ്ടു വളരാതെ ബുഷിയായി ഹാങ്ങിങ് രൂപത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റാണ് ബ്രസ റെഡ്. തൂങ്ങിക്കിടക്കുന്ന ഒരു ടൈപ്പിലാണ് ഇത് ഉണ്ടാവുക. അതുപോലെ ഇതിന് മുള്ള് ഇല്ല, അതൊരു പ്രത്യേകതയാണ്. വളരെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ബ്രസ പീച്ച്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവായ ഒരു ചെടി കൂടിയാണ് ബ്രസ പീച്ച്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മളതിന് പ്രത്യേകം കെയർ കൊടുക്കേണ്ടതാണ്. ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. ഇതാണ് ബാലക എന്ന വെറൈറ്റി. ബോഗൻവില്ലയിലെ ബാലക വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെറ്റൽസും ഫ്ലവറുമാണത് ബാലകക്ക് വരുന്നത്. വൈറ്റ് കളറുള്ള പൂവാണ്. അതുപോലെ അതിൻ്റെ ഇലകളിലും ഒരു പ്രത്യേകതയാണ്. ഇലകളിലും ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഇതിനും മുള്ളുകൾ ഇല്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അതുപോലെ നിറയെ പൂവിടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ബാലക. വളരെ നല്ലൊരു വെറൈറ്റിയാണ്. നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്തും കമ്പ് കുത്തി പിടിപ്പിച്ചും എടുക്കാവുന്നതാണ്. വൈറ്റ് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെങ്കിലും അതിനിടയിൽ ഒരു വൈറ്റ് വെക്കുന്നത് വളരെ അട്രാക്റ്റീവാണ്. അതിനുവേണ്ടി നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു പ്ലാന്റാണ് ബാലക. അടുത്തത് റൂബി റെഡ്. റൂബി റെഡ് കുറച്ച് മുന്നേ തന്നെയുള്ള വെറൈറ്റിയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ലൊരു അതിൻ്റെ ഒരു കളറാണ് എൻ്റെ ഒരു പ്രത്യേകത. ബീട്രൂട്ടിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു ബീട്രൂട്ട് കളറാണ് പൂക്കൾക്ക് വരുന്നത്. ഇതും മുഴുവനായും ഇല കാണാതെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ മഴയുടെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടാവുന്നൊരു പ്രശ്നം കൊണ്ടാണ് ഇതിൽ പൂക്കൾ കുറവായി കാണുന്നത്. നിറയെ പൂവിടുകയും നല്ലൊരു ഭംഗിയിൽ അട്രാക്റ്റീവായി നിൽക്കുന്ന ഒരു തരം ചെടി തന്നെയാണ് റൂബി റെഡ്. ഇതും നമുക്ക് ഹാങ്ങിങ് രീതിയിൽ വളർത്താൻ പറ്റുന്നതാണ്. കൂടുതൽ പൊക്കത്തിൽ വളരാതെ ഹാങ്ങിങ് ആയി തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണ് റൂബി റെഡ്. കുറേ മുന്നേ ഇറങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിലും ഇപ്പോഴും യാതൊരു ഡിമാൻഡും കുറയാതെ നിൽക്കുന്ന ചെടിയാണ് റൂബി റെഡ്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.